ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ്. എനിക്കും റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ടൈം ആകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ആക്നെ സ്കിൻ കെയർ ജേണിയാണ്. എനിക്ക് നല്ല രീതിക്ക് ആക്റ്റീവ് ആക്നെ, എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, എനിക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതിക്ക് ആക്റ്റീവ് ആക്നെ ഉണ്ടായിരുന്നു. ആ ആക്നെ പോയിട്ട് എനിക്കിപ്പം നിങ്ങൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാം. സോ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അത് ഇതുവരെയുള്ള ജേണിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ മൺസൂൺ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫേസ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരെ. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള UV റേസ് ഒന്നും കിട്ടാൻ നമുക്ക് പൂപ്പലൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾക്ക് സ്കിന്നിൽ വരാറുണ്ട്. അതായത് നമ്മൾ കുളിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മുടെ പില്ലോ കവേഴ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഫേസിലൊക്കെ നമുക്ക് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. സോ ആ ഒരു ടൈമിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രിക്കോഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു 2 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ പറഞ്ഞുതരാം. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ സംഭവത്തിലോട്ട് പോകാം. അറിയായിരിക്കും, ക്ലെൻസിങ് ആൻഡ് മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ആൻഡ് വിത്ത് സൺസ്ക്രീൻ. സോ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു സംഭവം നമുക്ക് വേണം, എങ്കിൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ എന്നൊക്കെ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 പ്രോഡക്ട്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെർമാവൈവ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹൈഡ്രാ ക്ലെൻസർ ആണ്. അതിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാ സ്കിൻ കൺസേൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ക്ലെൻസർ ആണ്. സോപ്പ് ഫ്രീ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. ഇതിനകത്ത് നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എടുത്ത് കളയും. അത് നമ്മുടെ സ്കിന്നിലുള്ള എസെൻഷ്യൽ ഓയിൽസ് സ്ട്രിപ്പ് ഓഫ് ആവാതെ എടുത്ത് കളയും. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസർ, അതായത് നമ്മൾ ചില ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഭയങ്കര ഡ്രൈ ആക്കുമെങ്കിൽ ഇത് ഡ്രൈ ആവില്ല. അതിന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സോഡിയം PCA ഉണ്ട് ആൻഡ് എമോളിയൻസ് ഉണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കും. സ്കിൻ ഭയങ്കര സപ്പിൾ സോഫ്റ്റ് ആയിട്ട് വയ്ക്കും. ആൻഡ് ഓൾസോ സെൻസിറ്റീവ് ആൻഡ് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. ഞാൻ അവർക്കൂടെ സജസ്റ്റ് ചെയ്യണ ഒരു പ്രോഡക്റ്റ്. ആൻഡ് നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തപ്പി നടക്കുന്ന ക്ലെൻസർ തപ്പി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു ക്ലെൻസർ മസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്, മോയ്സ്ചറൈസേഷൻ. സോ നെക്സ്റ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ് ന്യൂട്രിഡം മോയ്സ്ചറൈസിങ് ലോഷൻ വിത്ത് എ സ്പെഷ്യൽ വൈറ്റമിൻ E ഫോസ്ഫേറ്റ്. ആൻഡ് ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യും. ബിക്കോസ് ഇതിനകത്ത് നമ്മുടെ സ്കിന്ന് നമുക്ക് അറിയാം, നമുക്കൊരു ടൈം ആകുമ്പോൾ സ്കിന്നിനകത്ത് ഏജിങ്ങിൻ്റെ സയൻസ് കാണിക്കും. റിങ്കിൾസ് വരാൻ തുടങ്ങും, റെഡ്നെസ് വരാൻ തുടങ്ങും, ആക്നെ സ്പോട്സ് വരാൻ തുടങ്ങും, ഏജ് സ്പോട്സ് വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ ഡേ ഹൈഡ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ അഡമൻ്റ് ആയിട്ടുള്ള സ്ട്രെച്ച് മാർക്സ് ഒക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് മാത്രമല്ല, നിങ്ങളൊരു മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ബേസും കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇത് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്. എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇന്ന് മുതലല്ല, ഞാൻ പണ്ട് മുതൽ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. ഇത് അടിപൊളിയായിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ഗ്ലോയിങ് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സപ്പിൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു മോയ്സ്ചറൈസറും ഫേസ് ക്ലെൻസറും വാങ്ങിച്ചോ. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്ട്സ് നമ്മുടെ ഐബേരിയ സ്കിൻ കെയറിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആമസോൺ, നൈക്ക, ന്യൂട്രിഡമിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. സോ ചെക്ക് ചെയ്ത് നോക്കുക. ജേണി സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പിമ്പിൾസ് ഒക്കെ വരുന്നത് നമുക്ക് സാധാരണ ടീനേജ് ടൈമിലാണ് വരുന്നത്. പക്ഷേ എനിക്ക് ടീനേജ് ടൈമിലെന്ന് പറഞ്ഞാൽ ഒരു കുരു എന്ന് വെച്ചാൽ ഒരു മോക്കുരു പോലും ഇല്ല. എനിക്കിങ്ങനെ പീരിയഡ്സ് ആവണ ടൈമിൽ കവിളില, താടിയില, മൂക്കില, നെറ്റിയില, അങ്ങനെ ഒരു കുരുവെല്ലാം വരും. അപ്പോൾ അതെനിക്ക് ആ സമയത്ത് ഭയങ്കര സംഭവം വരുന്നത്. ആദ്യമായിട്ട് മോക്കുരുണ്ട്, കസിൻസിനൊക്കെ മോക്കുരുണ്ട്, ഞാൻ ഭയങ്കര പൊണ്ണപ്പെണ്ണ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര മണാട്ടായിരുന്നു കൈസ്. ആ സമയത്ത് കറണ്ട് ഇല്ല, സമയത്ത് ചിമ്മിനി വെട്ടത്തൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കണം. ആ സമയത്ത് എനിക്ക് പ്രായം ശേഷമാണ് കറണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ചിമ്മിനി വെട്ടത്തിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. സൂപ്പർ ആദ്യമായിട്ട് കിട്ടണതിന് ഒരു മൂന്നാൾട്ട് എനിക്കുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് പിമ്പിൾസ് വന്നിട്ടേ ഇല്ല. പിന്നെ ആകുമ്പോഴത്തേക്ക് പീരീഡ്സ് ആവുന്ന ടൈമിലും എനിക്ക് പിമ്പിൾസ് വരാറില്ല. അങ്ങനെയായിരുന്നു, എന്ത് കഴിച്ചാലും പിമ്പിളില്ല. ഇപ്പോൾ ചിലർക്കൊക്കെ മുട്ട കഴിച്ചാൽ പിമ്പിൾ വരും. ഞാൻ മുട്ട കഴിക്കാറുണ്ടായിരുന്നു, എനിക്ക് പിമ്പിൾസ് വന്നിട്ടില്ല. കപ്പലണ്ടിക്കും എനിക്ക് പിമ്പിൾസ് വന്നിട്ടില്ല. എന്ത് കഴിച്ചാലും ഞാൻ പറയുമായിരുന്നു എൻ്റെ കുടലും അന്നനാളമൊക്കെ എന്താ പോത്തിൻ്റെ തൊലിക്കട്ടിയാണ് ഉണ്ടായത്. കാരണം എനിക്ക് ഒരു കുരുവില്ല. ഇങ്ങനെ സീരിയസ്ലി നമ്മൾ ഇവിടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്കിത് കഴിച്ചാൽ ഇങ്ങനെ പ്രശ്നമില്ലേ, പോത്തൊക്കെ കഴിക്കുന്നവർക്ക് ചിലർക്ക് ചൊറിയാറുണ്ട്, അലർജിയൊക്കെ. അപ്പം ഞാൻ പറയുന്നത് നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു ഡയലോഗ് നമ്മൾ അടിക്കുമായിരുന്നു ഗൈസ്. പക്ഷേ
എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഫേസിൽ ഞാൻ ആക്റ്റീവായിട്ട് പിമ്പിൾസ് കണ്ടു തുടങ്ങിയപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് ലാക്മെ അക്കാഡമിയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് അവിടെ ക്രൈലോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് കുരു വരുന്നത്. കുരു എന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ എനിക്ക് ആദ്യം കവളി വന്നു. പിന്നെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലെന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയുമോ, നമുക്ക് ഇങ്ങനെ ചെവരിലൊക്കെ കൊണ്ടിട്ട് ഈ പശുവൊക്കെ ഇങ്ങനെ ഒരേക്കില്ല, അതാണ് നമുക്ക് തോന്നും. നമുക്ക് ഇങ്ങനെ ഹാർഷായിട്ട് എന്തെങ്കിലും സാധനം അത് ചൊറിയാൻ തോന്നുന്നത്. അതായത് എപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഇങ്ങനെ എൻ്റെ ചൊറിച്ചിലായി. അതായത് ആ പ്രോഡക്റ്റ്സ് ഇട്ട് എൻ്റെ സ്കിന്നിൻ്റെ സ്കിൻ ബാരിയർ വെച്ചാൽ സ്കിന്നിൻ്റെ ഒരു മതിലുണ്ട്, ആ മതിൽ നശിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ചൊറിച്ചിൽ, റെഡ്നെസ്, നമുക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ വരും. അപ്പോൾ എനിക്ക് ആ സ്കിൻ ബാരിയർ പോയി. എനിക്കൊരിക്കലും ഒരു ചേച്ചി എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയം നോക്കിയപ്പോൾ എൻ്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞ് കിടക്കണം. കാരണം എന്താണ്, ലൈക്ക് എനിക്ക് ആ അലർജി ചെയ്ത് ആ മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ അലർജി ചെയ്ത് അന്ന് എനിക്ക് ആ ഭാഗത്ത് കുരു വരാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ഒരു 8 മാസം എനിക്ക് അവിടെ കുരു ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് അവിടെ കുരുവില്ല. അന്ന് ആ വന്നതിൻ്റെ കുരുവിൻ്റെ കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ, കുരുവൊന്നുമില്ല. പിന്നെ ആയപ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് കുരുവോട് കുരു. അതായത് 1 കുരു വരുന്നു, 2 കുരു വരുന്നു, 3 കുരു വരുന്നു, 4 കുരു വരുന്നു, 5 കുരു വരുന്നു, അങ്ങനെ കുരു. പിന്നെ 1-2 കുരുക്കളൊന്നും അല്ല ഗൈസ് വന്നത്, സ്കിന്നിൻ്റെ അടിയിൽ ഇൻഫ്ലമേഷൻ. അതായത് എനിക്കറിയാൻ പറ്റും ഇവിടെയൊക്കെ ഭയങ്കര വീക്കം ഇൻഫ്ലമേഷൻ. അതായത് പൊന്തം കുരുക്കൾ സ്കിന്നിൻ്റെ അടിയിൽ, കുഞ്ഞ് കുരുവൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുത്ത് കയറ്റി വെച്ചിട്ട് സ്കിന്ന് തച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ. അതാ തൊടാൻ വയ്യെന്ന് വെച്ചാൽ വേദന. എനിക്കിങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ മുഖമൊക്കെ കഴുകുമ്പോൾ തൊടുമ്പം പോലും വേദന, അറിയാതെ കൈതട്ടിയ വേദന, അങ്ങനെ മുഖക്കുരു. ഇങ്ങനെ ഇപ്പോൾ ഫേസ് വാഷ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ പറ്റും, എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഗൈസ്, ക്ലിയർ സ്കിന്നായിട്ടുള്ള എനിക്ക് എങ്ങനെ കുരു വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നു. കാരണം ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്, കമൻറ്റിൽ ആൾക്കാർ പറയണുണ്ടായിരുന്നു ഇത്രയും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് മുഖക്കുരു വരുന്നത്. കാരണം ഗൈസ്, ഞാൻ ഒരു പ്രോഡക്റ്റ് പോലും പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ മുഖത്ത് ഉപയോഗിക്കില്ല. ഇൻ കേസ് ഏതെങ്കിലും ബ്രാൻഡിൻ്റെയൊക്കെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് PR-നൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് അവർ അവർ ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നമുക്കിങ്ങനെ ക്രിയേറ്റേഴ്സിനൊക്കെ അയച്ചു തരും, പുതുതായിട്ട് ലോഞ്ച് ചെയ്യണേക്കാം. അപ്പം നമ്മളത് ചോദിക്കും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് നമ്മുടെ റിവ്യൂ പറയാനുള്ള, അത് അവർക്ക് പറയാനുള്ള സമയമാണ്, അവരെടുത്ത് പറയാനുള്ള റിവ്യൂ. അപ്പം നമ്മൾ പറയും നമുക്ക് യൂസ് ചെയ്തിട്ട് കൊള്ളൂല, ഇല്ലെങ്കിൽ എനിക്ക് കുരു വന്നു, അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ വന്നു, സ്കിന്നിലൊരു ബേണിങ് സെൻസേഷൻ ഉണ്ട്, ഇതൊക്കെ നമ്മൾ അവരെടുത്ത് പറയണം. അപ്പോൾ അവരത് ഇമ്പ്രൂവൈസ് ചെയ്ത് അവരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇപ്പോൾ ഹെയർ ഓയിൽ വന്നാലും എന്ത് വന്നാലും എനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കൊള്ളൂലെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചയക്കും, അല്ലെങ്കിൽ നമ്മളെ വീഡിയോയിലായിട്ട് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിലാണ് അവൾക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് കുരു. ഞാൻ പ്രോഡക്റ്റ് യൂസ് ഉണ്ട്, ഇത്രയും വാരി ടെസ്റ്റ് ചെയ്യണില്ല ഉണ്ടല്ലോ, ഒരിക്കലുമല്ല ഗൈസ്. ടിൽ നൗ ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു റിഗ്രഷനും വന്നിട്ടില്ല. ഒരു പ്രോഡക്റ്റ് പോലും ഫേസിൽ ഞാൻ ഇട്ട് നോക്കിയാൽ എനിക്ക് റിഗ്രഷൻ വന്നാൽ ക്രൈലോണിൻ്റെ മേക്കപ്പ് ആ സമയത്ത് എനിക്ക് ആ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എൻ്റെ ഫേസിൽ ഇടാൻ തോന്നുന്നു. ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒക്കെ എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ അവിടെ ചെന്നപ്പോൾ ക്രൈലോണ്, ഇൻസൈറ്റ് അങ്ങനെയൊക്കെ, അതൊക്കെ ഓരോ മൊണാലിറ്റികൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കുരു വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ എന്തിട്ട് ഇങ്ങനെ കുരു വരുന്നതെന്ന്. ആദ്യം ഞാൻ ഇപ്പം എല്ലാവരും പറഞ്ഞിട്ട് പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണ് കൈസ്, എനിക്ക് വയ്യ, അതുകൊണ്ടാണ് കുടിക്കാൻ വെള്ളം, പ്രോഡക്റ്റിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇതേക്കും ഞാനിങ്ങനെ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, പ്രോഡക്റ്റിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ ഒരു 1.5 മന്ത് ബ്രേക്ക് എടുത്തു. ഞാൻ 1.5 മന്ത് എന്നുള്ളത് ഞാനൊരു 2 മന്ത്സ് ബ്രേക്ക് എടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ട പ്രോഡക്റ്റില്ല, ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മിനിമലായിട്ട് സ്കിൻ കെയർ ചെയ്ത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത്ര മാത്രം ചെയ്ത് എനിക്ക് ഒരു മാറ്റമില്ല. വെച്ചാൽ ഒരു പെർസെൻറ്റേജ് പോലും മാറ്റമില്ല. കാരണം കുരു വന്നുകൊണ്ടിരിക്കുകയാണ്. കുരു ഇങ്ങനെ എന്തോ, അതായത് ഒരു മറ്റേ ഇതും ഇല്ലാതെ കുരു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഒരു വ്യത്യാസം പോലും ഇല്ലാതെ. അപ്പം ഞാൻ വിചാരിച്ചേ ഇത്രയും ഇത് പറഞ്ഞിട്ടും എനിക്കിങ്ങനെ കുരുവിന് മാത്രം ഒരു കുറവില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. കാരണം എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, എന്തുകൊണ്ട് എനിക്ക് മുഖക്കുരു വരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലല്ല, ഞാൻ മേക്കപ്പിൻ്റെ അല്ല, ഞാൻ ഇടുന്ന ബ്ലഷിൻ്റെ അല്ല, ഒന്നിൻ്റെ അല്ല, എനിക്ക് എന്തുകൊണ്ട് കുരു വരണില്ല. ഞാൻ പില്ലോ കവർ മാറ്റി, അത് മാറ്റി, ഇത് മാറ്റി, ചരിഞ്ഞ് കിടന്നുറങ്ങണം, ഞാൻ നൂന്ന് കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്ത്, എനിക്ക് ഒരു മാറ്റമില്ല. ഞാൻ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ ഒബ്വിയസ്ലി അവർ നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, സ്കിൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, പല ട്രീറ്റ്മെൻറ്റ്സിലുണ്ട്. കാരണം എങ്ങനെ നമ്മളെ പൈസ പിടുങ്ങാം, അതായത്
എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില കോസ്മെറ്റിക് സ്ഥലത്ത് നമ്മൾ പോയാൽ നമ്മളെ പൈസ എങ്ങനെ പിടിഞ്ഞ് അവരെ സെക്ഷനിൽ വെക്കാമെന്നേ അവർ നോക്കുന്നുള്ളൂ. ലൈക്ക് അവർക്കൊരു പ്രോപ്പർ അങ്ങനെ ഒരു ആത്മാർത്ഥതയില്ല. എൻ്റെ അടുത്ത് വന്നൊരു ക്ലയൻ്റ് ആണ്, അപ്പോൾ ഞാൻ അവരുടെ സ്കിന്ന് ക്ലിയർ ആക്കണം, അങ്ങനെ ഒരു സംഭവമില്ല. പൈസ പിടിഞ്ഞ് എങ്ങനെ വെക്കാം എന്നുള്ളൊരു സംഭവമുള്ളൂ. ഞാൻ മറ്റേ ഗൂഗിളിലൊക്കെ ഇത് കണ്ടിട്ട് റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ പോയിട്ട് അവർ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, PRP ചെയ്യാം, MNRF ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവർ ഓയിൽമെൻറ്റ് തന്നു. ഓയിൽമെൻറ്റ് തന്നപ്പോഴത്തേക്കും ഞാൻ ഓയിൽമെൻറ്റ് ഇട്ട് അവരുടെ കുരുവിനൊക്കെ സാധാരണ എല്ലാവർക്കും കൊടുക്കണ മരുന്ന് എനിക്കും തന്നു. പക്ഷെ ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഗൈസ്, ഒരു മാറ്റമില്ല. ഇപ്പോൾ ഉള്ള കുരു അണയുന്നു. അതായത് ഇപ്പോൾ എനിക്കൊരു മുതുക്ക് കുരു ഉണ്ടാകും വിചാരിച്ചു, അത് മരുന്നിട്ട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അണഞ്ഞ്. പക്ഷേ എനിക്ക് കുരു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് പുറമേ ഉള്ള നമുക്ക് കുരു കുറച്ചെടുക്കാം, പക്ഷെ നമുക്ക് ഉള്ളിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് നമുക്കിങ്ങനെ കുരു വന്നുകൊണ്ടിരിക്കണത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഗംഗയുടെ പ്രോഡക്റ്റിൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പ്രോഡക്റ്റ് നിർത്തി. ഞാൻ അവരടുത്ത് പറയുന്നുണ്ട് പ്രോഡക്റ്റിൻ്റെ പ്രശ്നം അല്ല എന്നവരടുത്ത് പറയുന്നുണ്ട്. പറഞ്ഞു ഇല്ല പ്രോഡക്റ്റിൻ്റെ പ്രശ്നം മേക്കപ്പിൻ്റെ പ്രശ്നം. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2-3 മാസം മേക്കപ്പും ഇല്ല പ്രോഡക്റ്റും ഇല്ല, അവർ തരണ ഓയിൽമെൻറ്റ് മാത്രം ഇട്ട്. പക്ഷേ എനിക്ക് ഒരു വ്യത്യാസവും ഇല്ലെന്ന് വെച്ചാൽ 1% പോലും എനിക്ക് ഒരു വ്യത്യാസമില്ല. അങ്ങനെ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്ന പരിപാടി നിർത്തി. കാരണം അവർക്ക് എൻ്റെ ഉള്ളിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചു എന്നിട്ട് ഞാൻ സ്വയം ലൈക്ക് എന്താണ് പ്രശ്നം ഞാൻ കുറേ നോക്കി ഗൈസ്, കുറേ റിസർച്ച് അങ്ങനെ ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ, ഭ്രാന്ത് പിടിച്ചിടക്കുന്നത് ഇതിൻ്റെ പിറകെ തന്നെയാണ്. കാരണം എനിക്ക് കമൻറ്റ് ബോക്സ് തന്നുണ്ട് നീ ഇത്രയും നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നിൻ്റെ മുഖത്ത് കുരുവിനൊരു കുറവില്ലല്ലോ, ഞാൻ കണ്ടതാണ്, നിൻ്റെ മുഖത്ത് കുരുവിനൊരു കുറവില്ലല്ലോ എന്നുള്ള കമൻറ്റൊക്കെ കണ്ടിരുന്നു. അപ്പം ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട് ശരിയാണ്, ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവൻ എൻ്റെ മുഖമല്ലേ നോക്കണം, എൻ്റെ മുഖം നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് ആക്റ്റീവായിട്ട് ആക്നെയും കുരുവൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ പറച്ചിലങ്ങ് നിർത്തി, കുറച്ചുള്ളത്തേക്ക് ഞാൻ പറച്ചിലങ്ങ് നിർത്തി. ഞാൻ ആക്നിക്കുള്ള ഒരു സംഭവം ഞാൻ പിന്നെ ഷെയർ ചെയ്യും. ഞാൻ പിന്നെ സൺസ്ക്രീനൊക്കെ അത്ര ഷെയർ ഉള്ളൂ, ആക്റ്റീവ് ആക്നിക്കുള്ള ഒരു പരിപാടി ഞാൻ ഷെയർ ചെയ്യണില്ലായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എൻ്റെ അടുത്തും എൻ്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കുരു ഇറ്റ്സ് നോർമൽ, നമുക്ക് ആക്നെ എന്ന് പറഞ്ഞാൽ നോർമലാണ്, അത് വരുമ്പോൾ നീ അതിലിങ്ങനെ സ്ട്രെസ്സ് കൊടുത്ത് നീ അതിലിങ്ങനെ ഭയങ്കര വിഷമായിട്ട് നീ അതിൽ ദുഃഖിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കെന്താണെന്ന് പറയുമ്പോൾ പക്ഷേ എൻ്റെ സ്കിൻ എന്ത് ക്ലിയർ സ്കിന്നാണ്, എന്ത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ വന്നതെന്നുള്ളൊരു സംഭവം തോട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇല്ല നീ അതിങ്ങനെ വിഷമിക്കുക, നീ എപ്പോഴും ഇങ്ങനെ കുരു എന്ന് പറഞ്ഞിരിക്കുക, നീ നല്ല ഉറങ്ങ്, നീ നല്ല ഫുഡ് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഫൈൻ. ഞാൻ കുരുവിനൊക്കെ കുറിച്ചുള്ള ആ കുരുവിൻ്റെ കുരു എന്ന് പറഞ്ഞ് നടക്കാൻ ഞാൻ ആ മൈൻഡ് അങ്ങ് കളഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ എൻ്റെ വയറിന് സീനെന്ന് വെച്ചാൽ എനിക്കൊന്നും കഴിക്കാൻ വയ്യ ഗൈസ്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും 4 മാസം പ്രഗ്നൻ്റ് ആയ ആൾക്കാരെ കണക്കാണ്, 4-6 മാസം പ്രഗ്നൻ്റ് ആയ ആൾക്കാരാണ്. വയറിന് ഭയങ്കര ഒരു ഭാരം, എനിക്ക് നടക്കാൻ പറ്റില്ല. എനിക്ക് നടക്കാൻ പറ്റുന്ന വെച്ചാൽ എന്താണ് പറ്റില്ല, എപ്പോഴും ഗ്യാസ്. ഞാൻ വായിക്കൂടെ എന്തോ ഇങ്ങനെ വലിയ എന്തോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. കണ്ട ഇങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സൗണ്ട് ഇതിപ്പോൾ കുഞ്ഞല്ല, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണം നാച്ചുറൽ വരുമ്പോൾ വെച്ചാൽ കുറേ നേരം ഇങ്ങനത്തെ ഏമ്പക്കങ്ങൾ ഗൈസ്. കാരണം ഗ്യാസ്. പിന്നെയെന്ന് വെച്ചാൽ ഡ്രസ്സ് ഇടാൻ വയ്യ, വയറൊരു ചെമടുണ്ട്, ഒരു ഫുഡ് കഴിക്കാൻ വയ്യ, ഒരു ദോശ കഴിക്കാൻ വയ്യ, ഒരു ബിരിയാണി കഴിക്കാൻ വയ്യ, ഒരു ചിക്കൻ കഴിക്കാൻ വയ്യ, എന്ത് കഴിച്ചാലും വൈറസിന്. പിന്നെ ഇരുന്നപ്പോഴത്തേക്ക് ബാത്റൂമിൽ പോകുമ്പോൾ വേദന. ബാത്റൂമിൽ പോകുന്ന വെച്ചാൽ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റാണ് ഇവിടെ. അപ്പോൾ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് പോകുമ്പം പോലും വേദന. ഞാൻ ഇങ്ങനെ ഇരിക്കണം, വേദന ആരണം, ഞാൻ വിളിക്കും അകത്തിരുന്ന് എന്ന് പറഞ്ഞ് ഞാൻ വന്ന് വിളിക്കും. കാരണം ഗൈസ് എനിക്ക് ഭയങ്കര പെയിൻ, എനിക്കെന്തോ ഉള്ളിൽ നിന്ന് ഒരു മുള്ളിറക്കി വിടണം, അല്ലെങ്കിൽ എനിക്കെന്തോ കള്ളിമുൾ ചെടിയൊക്കെ ഞാൻ മോശം പോകണക്കായിരുന്നു എനിക്ക് വേദന. പിന്നെ എനിക്ക് മോഷനിൽ ബ്ലഡ് ഞാൻ കണ്ടു തുടങ്ങി. മോഷനിൽ ബ്ലഡ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് സീനായി. അതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, IBS വന്നത് എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ക്യാൻസർ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ എപ്പോഴും നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഈ പ്രഷർ വേരിയേഷൻ ആണ്, മൂക്കിൽ വെയിൻ പൊട്ടി നമുക്ക് ബ്ലഡ് വരും, അപ്പോഴും ഞാൻ ക്യാൻസർ എന്ന് പറയുന്നത്. കാരണം 10 പഠിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് ഹന്ന എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്. അപ്പോൾ അവൾക്ക് പ്രഷർ വേരിയേഷൻ കാരണം അവൾക്ക് മൂക്കിൽ നിന്ന് വെയിൻ പൊട്ടി ബ്ലഡ് വന്നാൽ നോർമലാണ്. ഞാൻ പിന്നെ
ഓവർ തിങ്ക് ചെയ്തു, അവൾക്ക് ക്യാൻസർ ആയിരിക്കും, അങ്ങനെ ഇരിക്കും, ഭയങ്കര അതങ്ങ് ഒരുമാതിരി ആയിപ്പോയി നമുക്കത്. പിന്നെ ടീച്ചർ പറഞ്ഞ് ബ്ലഡ് പ്രഷർ വേരിയേഷനാണ്. പക്ഷെ അതും മൈൻഡില്ല ഞാൻ, എനിക്ക് ഇവിടെ മൂട്ടിലെന്തോ പ്രഷർ വേരിയേഷൻ എന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ടും ഗൈസ് എനിക്ക് ഒരു ഇതില്ല. എന്നിട്ട് ഞാൻ എന്തെന്നറിയുമോ, ഇത് ഒരാളെടുത്ത് പോലും പറയാതെ ഞാൻ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അമ്മ അറിയും, മാളും അറിയും, അവർക്ക് വിഷമാവും, വീട് പണിയൊന്നും നടക്കൂല, അവർ ഇവിടെ തന്നെ ആയിപ്പോവും, അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ആയിപ്പോവും, അങ്ങനെയൊക്കെയുള്ള തോട്ടായിട്ട് ഞാൻ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ദിവസം പെയിൻ ഗതി കെട്ടപ്പോഴത്തേക്കും ആരെടുത്തും പറയാതെ പോയി കൊളനോസ്കോപ്പി ഡോക്ടറിനെ കണ്ട് കൊളനോസ്കോപ്പി ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒരു കുരുവില്ല ഗൈസ്, ഒരു കുരുവില്ല എന്ന് വെച്ചാൽ എനിക്ക് ഒരു അസുഖമില്ല. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്തിലേക്ക് ഞാൻ IBSന് പോകുന്നതും IBSന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോഴത്തേക്കും എനിക്ക് വയറിൻ്റെ ഗട്ട് ഇഷ്യൂ ഒരുവിധം സോൾവായി. മീൻസ് എന്താ പറയുക, ടാബ്ലറ്റ് കഴിച്ചത് സോൾവായി, എനിക്ക് ആ ഗ്യാസിൻ്റെ ഇഷ്യൂ ഇല്ല, അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് ജീവിതകാലം, കാരണം ഈ ഗുളിക നിർത്തുമ്പോൾ എനിക്ക് വീണ്ടും ഇഷ്യൂ ഉണ്ട്. എനിക്ക് ജീവിതകാലം മുഴുവൻ എനിക്ക് ഗുളിക കഴിക്കണം, എനിക്ക് നല്ലതിനല്ല ഗുളിക. എന്ത് രോഗത്തിനായാലും ജീവിതകാലം മുഴുവൻ നമ്മൾ കഴിക്കണം, നമുക്ക് നല്ലതിനല്ല. ലൈഫ് ലോങ് നമുക്ക് ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് ഫുഡ് എന്തോ സീനാണ്. അങ്ങനെ ഞാൻ ഷുഗർ കട്ട് ചെയ്തു, മിൽക്ക് പ്രോഡക്ട്സും കട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു മാറ്റമില്ല ഗൈസ്, കുരുവിന് ഒരു മാറ്റമില്ല എന്ന് വെച്ചാൽ ഒരു തരി പോലും മാറ്റമില്ല. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പീരീഡ്സ് ആവാനില്ല. ഞാൻ പീരീഡ്സ് 1 മാസം ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചു മേബി അങ്ങനെയൊക്കെ ചില സമയത്ത് വന്നിട്ടുണ്ട്. 2 മാസം ഞാൻ പീരീഡ്സ് ആയില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഓഹോ തീർന്ന്, എനിക്ക് PCOD ഉണ്ട് അല്ലെങ്കിൽ PCOS ഉണ്ട്, അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഡയറ്റ് എല്ലാ പ്രശ്നമുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ബെസ്റ്റ് ഡിസിഷനിലൊന്നാണ് ഞാൻ ലക്ഷ്മി ചേച്ചിയെ വിളിച്ചത്. ഡയറ്റിന് വേണ്ടിയിട്ട് ഞാൻ ലക്ഷ്മി ചേച്ചിയെ വിളിച്ചു, മെസ്സേജ് ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കണ്ടീഷൻ ഇതാണ്, മോശം പോകുമ്പോൾ ബ്ലഡ് അങ്ങനെ ഇങ്ങനെ എനിക്ക്, അതായത് എൻ്റെ സ്റ്റൂളുണ്ടല്ലോ, സ്റ്റൂൾ എന്ന് പറയുന്നത് ഇങ്ങനെ ലിക്വിഡ് എപ്പോഴും ലിക്വിഡായിട്ട് വരും. അത് നോർമൽ സ്റ്റൂളൊക്കെ കണ്ടിട്ട് 1 വർഷം അടുപ്പിച്ചിട്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തൊരു കിഴങ്ങിനെ പോലെ ഇരുന്ന് ഞാൻ ആശുപത്രി കൊണ്ട് കാണിക്കാതെ ഞാനൊരു കിഴങ്ങിനെ പോലെ ഇരുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി ഗൈസ്. എന്നിട്ട് സ്റ്റൂൾ ഇങ്ങനെ ലൂസ് പോലെ, അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ചേച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യും, പീരീഡ്സ് ആയില്ലല്ല, ഒരു ഗൈനക്കോളജിനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ചേച്ചി എന്നെ എനിക്കൊരു ഗൈനക്കോളജിനെ എനിക്ക് മീറ്റ് ചെയ്തത്, ചേച്ചി എന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. ഞാൻ ഗൈനക്കോളജിനെ കൊണ്ട് കാണിച്ചു. എനിക്ക് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് PCOD ഇല്ല, PCOS ഇല്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ എൻഡോമെട്രിയത്തിൽ, അതായത് എൻ്റെ യൂട്രസിനകത്ത് എന്തോ ഒരു ഗ്രോത്ത് പോലെ ഉണ്ടാകും ചെറുതായിട്ട്, എന്തോ ഒരു സംഭവം, ഒരു സീനൊരു ഗ്രോത്ത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ടാബ്ലറ്റ് എനിക്ക് ഇൻഡ്യൂസ്ഡ് പീരീഡ്സ് ആവേണ്ടത്. ടാബ്ലറ്റ് എടുത്തിട്ട് ഞാൻ പീരീഡ്സ് ആയി. എൻ്റെ പൊന്ന് ഗൈസ്, ആ മാസത്തെ പീരീഡ്സ് ലൈഫ് ഞാൻ മറക്കൂല. വയറുവേദനയെന്ന് പറഞ്ഞ ഗായ്സ് പോണില്ല. ഒരു പെയിൻ കില്ലർ കഴിച്ച് അനങ്ങണില്ല എനിക്ക് കാലില്ല, ഒന്നുമില്ല, വയറ് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗവും എനിക്കറിയാൻ പറ്റില്ല, കക്കൂസി പോകാൻ പറ്റില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ മുട്ടിലഴിഞ്ഞ് കക്കൂസി കയറി ഒന്നും എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റില്ല, എനിക്ക് ഒന്നിനും പറ്റില്ല. ഛർദിൽ, ഓട്ടം, വിളി, തലകറക്കം. എവനുണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു, വന്നണിഞ്ഞോട്ട് അവിടെ നിൽക്കണം. ഇങ്ങനെ ഇനി സ്ലോ മോഷനിലൊക്കെ വരുമ്പോൾ നേരം വെളുക്കും. അപ്പോഴത്തേക്ക് എവനും ഞാനും അമ്മയും കൂടെ ആശുപത്രി പോയി ട്രിപ്പ് ഇട്ടിട്ടും ആദ്യൊരു ഇഞ്ചക്ഷൻ എടുത്ത് കുറയാനില്ല, 2ാമതൊരു ഇഞ്ചക്ഷൻ എടുത്ത് കുറേ കഴിഞ്ഞാണ് കുറഞ്ഞത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇതേപോലെ വയ്യ. എൻ്റെ പൊന്നേ, അത് സീനായി. പിന്നെ അതാണ് എൻ്റെ അവസാനത്തെ ടിൽ നൗ വരെയുള്ള അവസാനത്തെ റെഗുലർ പീരീഡ്സ് എന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ചേച്ചി എനിക്ക് ഡയറ്റ് തന്നു, എനിക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് തന്നു, എനിക്ക് പീരീഡ്സ് ഇതുവരെ എനിക്ക് ആ ഒരു ഇറഗുലർ പീരീഡ്സ് എനിക്ക് വന്നിട്ടില്ല. റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആയിരുന്നു. റെഗുലർ എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, റെഗുലർ ഡേറ്റിനനുസരിച്ച്. ഇപ്പോൾ എനിക്ക് ഈ മാസം 19 എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്കത് 19, 20, 22 അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ് എനിക്കറിയാൻ പറ്റും. നമുക്ക് ആ സിംറ്റംസ് വരുമല്ലോ, മൂഡ് സ്വിങ്സ് ഉണ്ട്. എനിക്കൊരു കാരണം കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയാണ് അറിയാൻ വേണ്ടിയിട്ട്. മൂഡ് സ്വിങ്സ് വരണമുണ്ട്, ദേഷ്യം വരണമുണ്ട്, ഇങ്ങനത്തെ ദേഷ്യം വരണമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാം പീരീഡ്സ് ആവാറായെന്നുള്ളത്. അങ്ങനെ പിന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് ബോഡിയിൽ ബസ്റ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പെയിൻ ആണല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ട്, സംഭവമുണ്ട്. അപ്പോൾ പീരീഡ്സ് ആവും. അപ്പം ഞാൻ ഡയറ്റ് എടുത്തത്, ഞാൻ ഡയറ്റ് എടുത്തുകൊണ്ട് 3 മാസമായി. ഈ 3 മാസം കൊണ്ടാണ് എനിക്ക് ക്ലിയർ സ്കിൻ ഉണ്ടായത്. എനിക്ക് അതായത് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇപ്പോൾ ഉള്ള കുരു അവിടെ നിൽക്കട്ട്, അത് നമുക്ക് ക്യൂർ ചെയ്യാം, ആദ്യം നമുക്ക് ഇനി ഒരു കുരു വരാതിരിക്കാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എനിക്ക് ഡയറ്റ് ഒക്കെ നോക്കാം, ഉള്ള കുരു അവിടെ ഉണ്ട്, പക്ഷേ പിന്നെ എനിക്ക് ബ്രേക്കൗട്ട്സ് വരണില്ല. അതായത് കുരു എനിക്ക് വരണം. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെയാണ് പ്രശ്നം. അങ്ങനെ ഞാൻ എനിക്കൊരു ചേച്ചി ഒരു 20 days ഞാൻ
1 month ആയിട്ട് ഞാൻ വെജായിരുന്നു. ഫിഷില്ല, ചിക്കനില്ല, മട്ടനില്ല, ബീഫില്ല, ഒന്നുമില്ല, വെജായിരുന്നു. നോക്കിയപ്പോൾ എനിക്ക് ഒരു കുരു പോലില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ഡയറ്റിൽ ഓരോന്നായിട്ട് ചേച്ചി കയറ്റി തുടങ്ങി. ഫിഷ് കയറ്റി, ചിക്കൻ കഴിക്കുമ്പോൾ കുരു വരണമുണ്ട്, ബീഫ് കഴിക്കുമ്പോൾ കുരു വരണമുണ്ട്, അതായത് ചിക്കൻ റെഡ് മീറ്റ്സും കഴിക്കുമ്പോൾ കുരു വരണമുണ്ട്. അപ്പം ഞാൻ അതങ്ങ് ഒഴിവാക്കി. അപ്പോൾ ചേച്ചി പറഞ്ഞ് കഴിച്ചോ, കുഴപ്പമില്ല, മാസത്തിലൊരിക്കൽ കഴിച്ചോ. ഞാൻ പറഞ്ഞില്ല ചേച്ചി വേണ്ട, എനിക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. കാരണം ചേച്ചിയും കഷ്ടപ്പെട്ട് ഞാനും കഷ്ടപ്പെട്ട് ഇത്രയും ക്ലിയർ ആക്കി വച്ചിട്ട് പിന്നെ ഒരു കുരു ഉണ്ടാക്കി എടുക്കാൻ എനിക്ക് വയ്യ. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടിട്ട് പൊട്ടിച്ചണക്കായിപ്പോൾ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. സോ ഗൈസ്, ആ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ഈ നിമിഷം വരെ ഒരു കുരുവില്ല. അതായത് അതിന് ശേഷം പിന്നെ എനിക്ക് കുരുവില്ല. പീരിയഡ്സ് ആകുമ്പോൾ കുഞ്ഞ് എനിക്ക് ഇവിടെ ഒരു ചെറിയ മുഴ പോലെ പറഞ്ഞ കുഞ്ഞ്, അത് പീരിയഡ്സ് ആകുമ്പോൾ ഇവിടെയോ ഒരു കുരു വരണുണ്ട്. ഇപ്പം അല്ലെങ്കിൽ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരു കുരു പീരിയഡ്സ് ആകുമ്പോൾ. അപ്പം അത് പീരീഡ്സ് ലൈക്ക് ഒരു 2 ദിവസം പീരീഡ്സ് 2 ദിവസം കഴിയുമ്പോൾ അത് തനി അങ്ങ് പോകും. പാടുപോലും ഇല്ലാതെ തനി അങ്ങ് പോകുന്നുണ്ട്. അപ്പം പീരീഡ്സിൻ്റെ പിമ്പിൾ അല്ലാതെ ഒരു പിമ്പിളും ഇല്ല. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പുറമേ കുറേ സാധനങ്ങൾ കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ ഫേസിൽ ഫുള്ള് ലൈക്ക് എന്താ പറയുക, വരുന്ന പിമ്പിൾസ് ഞാൻ അണയ്ക്കുന്നുണ്ട്, വരുന്ന പിമ്പിൾസ് കുറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എഗെയിൻ പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഇഷ്യൂ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മുടെ പുറത്തുള്ള ഇഷ്യൂ പോകാൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾക്ക് PCOD ഉണ്ട്, കവിൾ നിറച്ച് കുരുവാണെങ്കിൽ നിങ്ങൾ PCOD ആദ്യം നിങ്ങൾ ക്ലിയർ ആക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് കുരുപാട്. ഇപ്പം നിങ്ങൾ എത്ര കൂടിയ കുരുവാള മരുന്നിട്ടെന്ന് പറഞ്ഞാലും, ഗുളിക കഴിച്ചെന്ന് പറഞ്ഞാൽ പോലും, നമ്മളെ PCOD ഉള്ളിലെ പ്രശ്നം ക്ലിയർ ചെയ്യാതെ പുറത്തെ പ്രശ്നത്തിൻ്റെ ഇറങ്ങി നടന്നിട്ട് കാര്യമില്ല. എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഇന്ന് എനിക്ക് മോശം പോണ ക്ലിയർ ആയിട്ടാണ്. എനിക്ക് മോശം പോകുമ്പോൾ ബ്ലഡ് ഇല്ല, മോശം പോകുമ്പോൾ പെയിൻ ഇല്ല, എന്തെങ്കിലും കഴിച്ചാൽ ബ്ലോട്ടിങ് ഇല്ല, എന്ത് കഴിച്ചാൽ വയറിന് സീനില്ല. അത്രയും ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ആ ഒരു ഡയറ്റാണ്. എന്നും ഞാൻ ഡയറ്റ് പ്രോപ്പറായിട്ട് എടുത്തു, അപ്പം സെറ്റായി. പിന്നെയെന്ന് പറയുന്നത് കുഞ്ഞ് ലൈക്ക് എന്താ പറയുക, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്കിൻ കെയർ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്തപ്പം ക്ലിയർ ആയി. സോ ഗൈസ്, ഇപ്പോഴും ഭയങ്കര ക്ലിയർ എന്നല്ല പറയുന്നത്, കുഞ്ഞു പൊട്ട് അതായത് കുഞ്ഞു സൂചി ഇട്ട് കുത്തി നടക്കുന്ന കുരു ലൈക്ക് കറുത്ത പാടുകളുണ്ട്. പക്ഷേ അത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കണം. കാരണം കുരു നമുക്ക് പെട്ടെന്ന് മാറ്റാം, പക്ഷെ കറുത്ത പാട് പോകാൻ നല്ല ടൈം എടുക്കും ഗൈസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളുടെ ഡയറ്റ്, ഞാൻ ശ്രദ്ധിച്ച കാര്യം, എൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയറും കൊടുത്തപ്പം തന്നെ എൻ്റെ സ്കിന്ന് സെറ്റായി. സ്കിന്ന് മാത്രമല്ല, ഹോൾ ബോഡി സെറ്റായി, ഇതും സെറ്റായി. കാരണം നമ്മുടെ നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ് ഗട്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ വയർ അപ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് മൂഡ് സ്വിങ്സ് വരും, നമുക്ക് എല്ലാത്തിനും ദേഷ്യമായിരിക്കും, നമ്മൾ എന്തിനും ചൊറി സ്വഭാവമായിരിക്കും. എനിക്ക് ആ ചൊറി സ്വഭാവം ഉണ്ടായിരുന്നു ഗൈസ്, അത് സീരിയസ് ആയിട്ടാണ്. എന്തിനും ദേഷ്യം, ഭയങ്കര പെട്ടെന്ന് അപ്സെറ്റ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അപ്പം കരയാം, അങ്ങനെയൊക്കെ ഒരു സ്വഭാവങ്ങൾ ഭയങ്കര പെട്ടെന്ന് സെൻസിറ്റീവ് ആയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം ഒരു പീസ്ഫുൾ മൈൻഡ് ഉണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞു ഞാൻ ഡയറ്റ് എടുത്ത് മെലിഞ്ഞു. ഗൈസ്, മെലിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഡയറ്റ് എടുത്തത്, എൻ്റെ ഗട്ട് ശരിയാണ്. ഞാൻ എൻ്റെ ബോഡിക്ക് ഞാൻ കൊടുത്ത വണ്ണം എന്ന് പറയണത് മന്തിയും കുഴിമന്തിയും മയോണൈസും ചിക്കൻ തോരനും അൽഫാമും ബിരിയാണിയും എന്താ പറയുക കേക്കും ഷേക്കും എല്ലാം കൂടെ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള വണ്ണമാണ് ഞാൻ എൻ്റെ ബോഡിക്ക് കൊടുത്തത്. ഒരിക്കലും ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഫുഡ് വന്ന ഫാറ്റോ വണ്ണോ അല്ല. അപ്പം അതുകൊണ്ട് എനിക്കൊരിക്കലും ഇപ്പം ലൂസായ വെയിറ്റിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ നശിച്ച ആഹാര രീതി കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നം വന്നത്. എൻ്റെ അമ്മ പണ്ടൊക്കെ ചീരത്തോരനൊക്കെ പറഞ്ഞത് ചീരത്തോരന് എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ക്യാരറ്റ് തോരൻ ഇങ്ങനെ, ഗ്രീൻ പീസ് കറി എന്നിവിടെ ഗ്രീൻ പീസ് കറിയുള്ള. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഗൈസ്, ഞാൻ എന്ത് നല്ല ഫുഡാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് മന്തിതാ ബിരിയാണി താ എന്നും പറഞ്ഞിരുന്നേന്ന്, പൊറോട്ട താ ബീഫ് താന്ന് പറഞ്ഞിരുന്നേന്ന്. കഴിക്കാം, അതൊന്നും കഴിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ മനസ്സിലാക്കുക, ഫാസ്റ്റ് ഫുഡ് നമ്മളെ കയറി ഭരിക്കരുത്, നമ്മൾ ഫാസ്റ്റ് ഫുഡിനെ ഭരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ചീറ്റ് ചെയ്യാം, അതായത് ലൈക്ക് ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ വർഷത്തിൽ ഒരു കേക്കോ മാസത്തിൽ ഒരു കേക്കോ. കേക്കെന്ന് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇപ്പോഴും എനിക്ക് ആൾക്കാരൊക്കെ ആദ്യമൊക്കെ എല്ലാവരും ചിക്കൻ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ കൂടുതലുള്ളവരൊക്കെ ചിക്കൻ കഴിപ്പ് എൻ്റെ മുമ്പിച്ച് അങ്ങനെ ഒരു കഴിപ്പില്ലായിരുന്നു. പിന്നെ ഇപ്പം ആര് ചിക്കൻ കഴിച്ചാലും എനിക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പോലും ഒരു മൈൻഡില്ല. കാരണം എനിക്ക് അങ്ങനെ അത് ഇതായി. കാരണം എനിക്കൊരു ബീഫ് പോലും എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നൊരു സംഭവം എനിക്ക് ഇല്ല ഗൈസ്. സോ ഇറ്റ്സ് നൈസ്.
എനിക്കത് കാരണം ഇപ്പം എനിക്ക് ആ ഒരു എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ബോഡി നല്ലതാണ്, ബോഡിക്ക് നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട്, മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കുന്നു. സോ ഇതാണ് എൻ്റെ സ്കിൻ കെയർ ജേർണി എന്ന് പറഞ്ഞാൽ. ഇതിൽ പ്രോഡക്റ്റ് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക, ആക്നെയുമായിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം. കാരണം ഇതെല്ലാം കൂടെ പറയുമ്പോൾ ഒരു വലിയ വീഡിയോ, ഇതിൻ്റെ ഇപ്പോൾ നല്ല വലുതായി കാണും. സോ ഇതാണ് ഞാൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള കാര്യം. നമ്മുടെ അകത്ത് കൊടുക്കുന്നതാണ് പുറത്ത് റിയാക്ട് ചെയ്യണത്, അത് മനസ്സിലാക്കണം. അകത്ത് നല്ലത് കൊടുത്താൽ പുറത്ത് നല്ലപോലെ റിയാക്ട് ചെയ്യും. പിന്നെ പുറമേയുള്ള പ്രോഡക്റ്റ്സ് കൂടെ യൂസ് ചെയ്യുമ്പം മാർവലസ് ഫെൻറ്റാസ്റ്റിക് ഒരു സ്കിൻ കെയർ നിങ്ങൾക്ക് കിട്ടും. സോ ഗൈസ്, ചെക്ക് ചെയ്ത് നോക്കുക. ടാറ്റ ബൈ ബൈ.